അപ്പോൾ ഞാനിന്ന് നാട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ഓഫീസെല്ലാം കഴിഞ്ഞ് റൂമിൽ നിന്ന് എത്തിയിട്ടുള്ളൂ. ഇവിടെ ആരുമില്ല, എല്ലാവരും നാട്ടിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വരുന്ന സമയത്ത് എനിക്ക് വീട്ടിലൊക്കെ സമയം കിട്ടിയില്ല. കാരണം ഓടി പറഞ്ഞ് വരുവാണ്, ഞാൻ നാട്ടിൽ പോവുമല്ലേ. അപ്പോൾ അതിന് വേഗം എത്തണം. ആ ധൃതിയുടെ ഇടയിൽ കൂടെ വീഡിയോ നടക്കാൻ എനിക്ക് ഓർമ്മ കിട്ടിയില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ എത്തിയിട്ടുള്ളൊരു 5 മിനിറ്റ് ആയിട്ടുള്ള എത്തിയിട്ട്. അപ്പോൾ ഞാൻ അവർക്ക് വീഡിയോ എടുക്കാറുള്ളത്. എന്നെ ട്രെയിൻ വരുന്നത് ഇവിടെ യശ്വന്തപൂരിൽ നിന്നാണ് കേട്ടോ. പക്ഷെ ഞാൻ എടുക്കുന്നത് കാർമൽറാമിൽ നിന്നാണ്. അപ്പോൾ അത് 8:30 അവിടെ എത്തുക. യശ്വന്തപൂർ കണ്ണൂർ എക്സ്പ്രസ്. ഓക്കെ, അപ്പോൾ സോറി, ഞാൻ ക്യാമറയ്ക്ക് നോക്കാതെ എൻ്റെ മുഖത്തേക്കാണ് നോക്കുന്നത്. ഇവിടെ എനിക്ക് ക്യാമറ അല്ലേ, സോറി. എനിക്ക് ഇവിടെ നിന്നൊരു 7 മണി 7:15 ഇറങ്ങണം. ഞാനിവിടെ മെട്രോയിലാണ് പോവുക. എന്നിട്ട് പോയി പിടിക്കണം, നമ്മൾ ട്രെയിൻ പോയി പിടിക്കണം. അപ്പോൾ അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അധികം പാക്ക് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല, കാരണം ഓൾറെഡി പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ പാക്ക് ചെയ്യാൻ വലിയ കാര്യങ്ങളൊന്നുമില്ല, ആകെ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് ഫ്രഷായി ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം രാവിലെ കുറേ സാധനം യൂസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട്, കുറച്ച് തട്ടുപൊടി സാധനങ്ങളെല്ലാം എടുത്ത് വെച്ച് നമുക്ക് നേരെ പോകാം. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഇറങ്ങുമ്പോൾ കാണിച്ചു തരാം. ഇറങ്ങുമ്പോഴല്ല, മിക്കവാറും ഞാൻ വണ്ടിയിൽ നിന്ന് കാണിച്ചു തരാം. എനിക്ക് വണ്ടിയിൽ നിന്ന് കാണിച്ചിട്ടൊന്നും ഉറപ്പില്ല കേട്ടോ, കാരണം വണ്ടി കൊടുക്കാതെ തിരക്കായിരിക്കും എല്ലാം. ഇനി ഞാൻ ആ വണ്ടി കയറി ഫുള്ള് മലയാളീസ് ആയിരിക്കും, കാരണം നാട്ടിൽ പോകാനുള്ള തിരക്കായിരിക്കും മൊത്തം. അപ്പോൾ നോക്കാം. ഓക്കെ, ഹൈ ഗൈസ്, ഞാൻ റെഡി ആയി കഴിഞ്ഞു. ഞാൻ റെഡി ആയപ്പോൾ ഞാൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇറങ്ങിയിട്ട് കുറച്ച് സമയം വൈകി, അതുകൊണ്ട് അപ്പോൾ ഇയാളെ ചെയ്യണം. ബൈ. നമ്മൾ ലിഫ്റ്റ് എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഏതാ ഫ്ലോറ്? അപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇത് വേറൊരു ട്രെയിൻ വന്നിരിക്കുകയാണ്. ഞാൻ സീറ്റുണ്ട് നോക്കി നടക്കായിരുന്നു കേട്ടോ, ഭയങ്കര തിരക്കായിരുന്നു, സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു കടല മേടിച്ചു. എന്തായാലും ടൈം ആവുമല്ലോ, 8:30 വരിക എന്നാണ്. അപ്പോൾ അതുവരെ കഴിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചു. ഇത് വേറെ ഏതോ സ്ഥലത്തേക്ക് വന്നൊരു ട്രെയിനാണ്. പക്ഷേ ഈ ഏരിയ ഫുള്ള് മലയാളീസ് ആയിരുന്നു കേട്ടോ. ഈ കട അടുത്തായിട്ടൊരു സീറ്റ് കിട്ടിയപ്പോൾ അവിടെ ഇരുന്ന് ഞാൻ. നമ്മുടെ ട്രെയിൻ കുറച്ച് ലേറ്റാണ്. അപ്പം ഞാൻ നൈസിൽ പ്ലാറ്റ്ഫോമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ട്രെയിനിൽ പോരും. അമ്മച്ചി പറയുന്ന കേട്ടില്ലേ, ട്രെയിൻ ഇപ്പോൾ വരുമെന്നാണ്. ഓക്കെ, നോയ്സ്, അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇപ്പോൾ ഇതും വേറെ ഏതോ, നമ്മൾ കുറച്ച് കണ്ടില്ല, ആ ട്രെയിൻ തന്നെയാണ്. ഈ ഏരിയയിൽ നിന്നാണ് നമ്മുടെ, അത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നമ്മുടെ ട്രെയിൻ വരിക. അപ്പോൾ എല്ലാവരും ട്രെയിൻ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. എല്ലാവരും മലയാളീസാണ്, എല്ലാവരും വീശുകൊണ്ട് നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇരിക്കാൻ സീറ്റൊന്നും കിട്ടിയില്ല ഈ സൈഡിൽ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ബാഗൊക്കെ തൂക്കി കുറച്ച് നേരം ഇങ്ങനെ നിന്നു. പിന്നെന്താ, അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ട്രെയിൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ട്രെയിനിലെ ആൾക്കാർ നമ്മളെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്, പോസ്റ്റായ പോലെ. പിന്നെന്താ, ഞാൻ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്. വെള്ളം കൊണ്ട് ഭയങ്കര വെയിറ്റ് ചെയ്യുന്നു എൻ്റെ ബാഗ്. എനിക്കത് പൊന്തിച്ചോട് നിൽക്കാൻ വയ്യായിരുന്നു. നല്ല വെളിച്ചം, എൻ്റെ കയ്യിലൊരു വലിയ പാവത്തില്ലാറുണ്ട്. ഇവിടെ എവിടെയെല്ലാം പഠിക്കണം സ്ഥലങ്ങൾ. അങ്ങനെ അവസാനം ഞാൻ എൻ്റെ ബാഗ് വെച്ചു. എനിക്കത് താങ്ങിക്കൊണ്ട് നിൽക്കാൻ വയ്യ. ഒരു 8:30 എന്ന് പറഞ്ഞിട്ട് 9 മണിക്കാണ് ഇനി ട്രെയിനിൽ വരുന്നത് കാണിക്കുന്നത്. അപ്പോൾ അതുവരെ താങ്ങാൻ വയ്യത്തോടെ വെച്ചു. 2 കുപ്പി വെള്ളമാണ് കേട്ടോ ഈ വെയിറ്റ് മൊത്തം. വേറെ ഡ്രസ്സാണ്, അതത്ര വെയിറ്റ് ഒന്നുമില്ല. പക്ഷെ എനിക്ക് താങ്ങിക്കൊണ്ട് നിൽക്കാൻ വയ്യ, ചൂടായതുകൊണ്ട് നല്ലോണം വെള്ളം കുടിക്കണം. അപ്പോൾ അവിടെ വെച്ചു. അപ്പോൾ എൻ്റെ ട്രെയിന് എത്താറായി എന്ന് അവർ പറയുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെയിൻ വന്നു. നമ്മൾക്ക് കയറണം. ഇത് എവിടെ നിർത്തുന്ന സത്യത്തിൽ എനിക്കറിയില്ല. എൻ്റെ S4 ആണ്. അപ്പോൾ ട്രെയിനിപ്പോൾ കയറി 8:30 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 9 സംതിങ് ആയിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ബുക്ക് ആയതുകൊണ്ട് തന്നെ ഈ സൈഡ് സീറ്റാണ് കിട്ടിയത്. വലിയ രസമൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം ബസ്സിന് നല്ല അടുത്താണ്. ഈ വീഡിയോ എടുക്കുമ്പോഴേ ഭയങ്കര നോയ്സായിരുന്നു. ഞാൻ 4 മണിക്കാണ് എൻ്റെ ടിക്കറ്റ് കൺഫേം ആയതെന്നും അപ്പോൾ അതുകൊണ്ട് സീറ്റ് കിട്ടിയതിൽ വലിയ വിഷമമൊന്നുമില്ലെന്നൊക്കെയാണ് പറയുന്നത്. കാരണം സൈഡ് അപ്പർ ബർത്താണ്, നിങ്ങൾക്കറിയില്ല, സൈഡിലുണ്ടാകുന്ന ആ സീറ്റാണ് എനിക്ക് കിട്ടിയത്. എനിക്കത് വലിയ ഇഷ്ടമൊന്നുമല്ല, പക്ഷെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അറ്റ്ലീസ്റ്റ് അതെങ്കിലും കിട്ടിയല്ലോ. ഈ സ്റ്റേഷൻ്റെ പേര് എനിക്കറിയില്ല, നമുക്ക് നോക്കാം. സ്റ്റേഷൻ്റെ പേര്, സ്റ്റേഷൻ കഴിഞ്ഞു ഗൈസ്. പേര് നോക്കുമ്പോഴേക്കും നമ്മുടെ സ്റ്റേഷൻ കഴിഞ്ഞു. ട്രെയിനിൽ കയറിയ സ്റ്റേഷൻ കാർമൽറാമാണ്. ശരിക്കും യശ്വന്തപൂർ നിന്നാണ് കയറേണ്ടത്, പക്ഷെ ഞാൻ കാർമൽറാമിൽ കയറി. എൻ്റെ ടിക്കറ്റ് സത്യത്തിൽ കൺഫേം ആയത് തന്നെ 4 മണിക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സൈഡ് അപ്പറാണ് എനിക്ക് കിട്ടിയത്. ട്രെയിനിൻ്റെ ഒച്ചപ്പാടും ബഹളമുള്ളത് ഇത്ര ക്ലിയർ അല്ല. അപ്പോൾ അതാണ്.
സത്യത്തിൽ ഞാൻ ഈ വീഡിയോ എടുത്ത് കുട്ടീനെ കളിച്ചുകൊണ്ടിരിക്കുന്ന വെറുതെ വീഡിയോ എടുത്താണ്. പക്ഷേ ഇവരെ ട്രെയിനിൽ മാറി കയറിയതാണ്. ട്രെയിൻ എടുത്തതിന് ശേഷമാണ് അവർക്ക് മനസ്സിലായത് മാറി എന്നുള്ളത്. ഞാനിരിക്കുന്ന സെയിം നമ്പറാണ് ഇവരുടെയും. അപ്പോഴാണ് ഇവർ നോക്കുമ്പോൾ ഇവരെ ട്രെയിനിൽ മാറി കയറി. പിന്നെ അവസാനം ടീച്ചർ ഒന്ന് സംസാരിച്ച് ആൾ പറഞ്ഞു നെക്സ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവർ പോയി. ഇത് ഞാനവിടെ വെറുതെ സൈഡിൽ കൂടെ നോക്കുമ്പോൾ നമ്മുടെ ചന്ദ്രൻ നല്ല റോസ് കളറിൽ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വെറുതെ വീഡിയോ എടുത്തു. ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയ മുതൽ പിന്നെ ചെടികളുകൊണ്ട് അത് മറിഞ്ഞ് പോവുകയാണ്. നല്ല ചെറുതായിട്ടൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? നല്ല രസമുണ്ടെന്ന് കാണാൻ. മറ്റേ കുഞ്ഞി പോർഷൻ മാത്രമേ കാണുന്നുള്ളൂ, എന്നാലും റോസ് കളറിൽ നല്ല രസമുണ്ടെന്ന് കാണാൻ. അപ്പോൾ ഞാൻ വെറുതെ ഇരിക്കില്ല, എനിക്ക് എന്നാൽ ഉറക്കവും വരുന്നില്ല. ബാത്റൂമിന് തൊട്ടടുത്തുള്ള സീറ്റ് കൊണ്ട് തന്നെ ഭയങ്കര രസമായിരുന്നു അവിടെ ഇരിക്കാൻ. സത്യം പറഞ്ഞാൽ എങ്ങനെയും സീറ്റ് കിട്ടിയല്ലോ എന്നുള്ള രീതിയിലായതുകൊണ്ട് മാത്രം അവിടെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. പിന്നെ ടീച്ചർ വന്നിട്ട് ഇങ്ങനെ എല്ലായിടത്തും ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ചോദിക്കുകയായിരുന്നു. കുറച്ച് പേരൊക്കെ പൊക്കി ടിക്കറ്റ് എടുക്കാത്ത ആൾക്കാരൊക്കെ. ഈ കാണുന്നുണ്ടോ? ഇത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്തോ ചെടികളെന്തോ ഉള്ളത്, അത് വളരാൻ വേണ്ടിയിട്ട് വെച്ച ലൈറ്റാണ്. പക്ഷെ നല്ല രസമുണ്ടെന്ന് കാണാൻ. കുറേ ഇടത്ത് ഞാൻ ഇത് കണ്ടു. അപ്പോൾ എൻ്റെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞു. ഞാൻ നേരെ പോയി കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. രാവിലെ കാണാം. തലേണയായിട്ട് ഞാൻ എൻ്റെ ബാഗാണ് ഉപയോഗിച്ചത്. എന്നിട്ട് അങ്ങോട്ട് ഉറങ്ങി. അപ്പോൾ രാവിലെ നമ്മൾ പാലക്കാട് സ്റ്റേഷനിലെത്തി. ഉറക്കമൊക്കെ നന്നായിട്ട് കഴിഞ്ഞു. നമ്മളിനി നടന്ന് KSRTC ബസ്സിൽ പാലക്കാട് എത്തിയപ്പോൾ എന്തോ ഒരു നല്ല സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഒന്നാമത് നമ്മൾ നാട്ടിലെത്തിയെങ്കിൽ പിന്നെ നല്ല ചെറിയ മഴയൊക്കെ പെയ്തിട്ടുണ്ട് ഇവിടെ. അതോട് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. നമ്മൾ ശരി ഇത് വെറുതെ വെച്ചിരിക്കുകയാണ്. നമുക്കിത് നടന്നിറങ്ങാം. ഓക്കെ, ഞാൻ ആ കുന്ന് മൊത്തം സ്റ്റെപ്പ് കയറി വന്നപ്പോൾ ചോദിച്ചോ ഇവിടെ ഇനിയിപ്പോൾ സുഖമായി ഇങ്ങനെ നിന്ന് കൊടുത്താൽ മതിയല്ലോ എന്ന്. ഇത് അതിലും വലിയ ഉടായിപ്പാണ്. അത് വർക്കാകുന്നില്ല. നമ്മൾ ചാടി ഓടി ഇറങ്ങിയിട്ടാണ് നമ്മൾ താഴത്തേട്ട് എത്തിയത്. താഴേക്ക് ഇറങ്ങുന്നത് വലിയ സീനല്ല, പക്ഷെ മുകളിലേക്ക് കയറുന്നതാണ് പ്രശ്നം. ഇവിടെയൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. വണ്ടിയുടെ മേലിലെല്ലാം വെള്ളം. ഇവിടെ മഴ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇവിടെ വെള്ളം കണ്ടപ്പോൾ ഞാൻ വീട്ടിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് മഴ പെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ മാത്രമേ മഴ പെയ്തിട്ടുള്ളൂ. എൻ്റെ വീട്ടിനവിടെ ഒന്നും മഴ പെയ്തിട്ടില്ല, മണ്ണാർക്കാട്. ഇനിയിപ്പോൾ ചൂടൊക്കെ കുറച്ച് കുറയുമെന്ന് ഞാൻ വിചാരിച്ചു. മഴയൊക്കെ പെയ്തു എന്ന് പറഞ്ഞപ്പോൾ എന്തോ ഇനി മഴ പെയ്യോ ഇല്ലെന്നൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ നമ്മളിതിൻ്റെ പുറത്തിറങ്ങി, നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെയൊക്കെ പുറത്തിറങ്ങി. ഇനി ബസ് പിടിക്കാൻ പോകണം. എനിക്കൊരു ചായ കുടിക്കണമെന്നുണ്ട്. സ്റ്റേഷന് പുറത്തുനിന്നുള്ളൊരു ചായക്കട ഉണ്ടായിരുന്നു. അവിടെ ചായ മേടിച്ചു, കൂടെ ഒരു പരിപ്പ് വടയും. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആൾക്കാർ മൊത്തം തിരക്കായിരുന്നു കടയിൽ. പിന്നെ ചായ ചോദിച്ചപ്പോൾ ചായ കിട്ടി. ഒരു പരിപ്പൊടി നിന്നു. ചായ കുറച്ച് മധുരം കൂടുതലാണെങ്കിലും കുഴപ്പമില്ല, തലവേദനയ്ക്കൊന്നും പ്രശ്നമില്ല. പരിപ്പോടെ കുഴപ്പമില്ല, ഉപ്പൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് വലിയ സീനില്ല. ഇവിടുന്ന് ഞാൻ പിന്നെ മുന്നേ കുടിച്ചിട്ടുണ്ട്, അവിടെ വലിയ എക്സ്പെക്റ്റേഷനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വലിയ സങ്കടത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത്രയൊക്കെ കിട്ടും നന്നായിട്ടറിയാം. അല്ല, ഞാൻ ആലോചിക്കുന്നത് നേരെ ഉറങ്ങിയിട്ടില്ലെങ്കിൽ മുഖത്തിൽ നല്ല വീക്കുണ്ട്. അതെങ്ങനെ വന്നത് ഞാൻ നോക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നേരെ ഇട്ടത് ഒലവക്കോട് ബസ് സ്റ്റോപ്പിലൊക്കെയാണ്. അവിടെ ചെറുപ്പളശ്ശേരി ബസ് വന്നിട്ടുണ്ടെന്ന്. അതിൽ പകുതി മുക്കാലും അവിടെ നിന്ന് ആൾക്കാർ മൊത്തത്തിൽ കയറി. ചെറിയൊരു ആശ്വാസം. ഞാനാണ് KSRTC ബസ് കാത്തുകൊണ്ട് നിൽക്കുകയാണ്. കാത്തിരിപ്പിനൊടുവിൽ എനിക്ക് KSRTC ബസ് കിട്ടി. എനിക്ക് തോന്നുന്നു ഒരു 6 മണിക്കൊക്കെയാണ് കിട്ടിയതെന്നാണ്. 6 മണിക്കാണ് 5:45 എനിക്ക് സത്യത്തിൽ ഓർമ്മയില്ല. നല്ല തിരക്കായിരുന്നു. സീറ്റൊന്നും കിട്ടിയില്ല. ബാഗൊക്കെ താഴെ വെച്ച് അടങ്ങി നിന്ന് കുറച്ച് നേരം ഇപ്പോൾ എനിക്ക് സീറ്റ് കിട്ടിയിട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ആശുപത്രി എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ബസ്സൊന്നും ഓട്ടൊന്നും ഇല്ല. കുറച്ച് വെയിറ്റ് നോക്കാം ഓട്ടോ കിട്ടുമെന്ന്. 6:30 മണിയാണ്. ഒരൊറ്റ ഓട്ടോ ഇല്ല. ഇവിടെയാണെങ്കിൽ എപ്പോഴും ഓട്ടോ ഉണ്ടാവാറില്ലാണ്. ഇന്ന് എന്ത് വേണമാവോ. അവസാനം എനിക്കൊരു ഓട്ടോ കിട്ടി. ഞാൻ കയറി പറഞ്ഞു ചേട്ടാ ശിവൻകുന്നെന്ന്. ചേട്ടൻ എന്നെ നല്ല സേഫായിട്ട് തന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഇറക്കി വിട്ടു. വീട്ടിലെത്തിയപ്പോൾ എൻ്റെ മാതാശ്രീ അവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. മോളുടെ പേര് 2 വർത്താനൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.